അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ. ഈ ചെറിയ ദിക്റുകൾ ചൊല്ലിക്കോ, സന്തോഷവാർത്ത നിങ്ങളെ ഉടൻ തേടിയെത്തും. ഈ ദിക്റുകൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ ചൊല്ലിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സന്തോഷവാർത്ത ഉടൻ നിങ്ങളെ തേടിയെത്തും. അത് തീർച്ചയാണ്. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. എല്ലാവരും ശ്രമിച്ചു നോക്കൂ, നിങ്ങൾക്ക് ആ സന്തോഷം കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്തു പോകാതെ മുഴുവനും കാണുക. ഈ ദിക്റുകൾ ഇതുപോലെ പറഞ്ഞ് ചൊല്ലി നോക്കൂ, പ്രതീക്ഷയോടെ ചൊല്ലി നോക്കൂ. അത് അനുഭവത്തിലൂടെ വരിക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ദുഃഖങ്ങൾ പലതാണ്. ചിലർക്ക് പണമില്ലാത്തതും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. ചിലർക്ക് കടബാധ്യത. എത്രയോ സഹോദരങ്ങൾ ജോലിയില്ലാതെ വിഷമിക്കുന്നു. ജോലിയുണ്ടായിട്ടും അതിൽ മനസ്സമാധാനം കിട്ടാതെ വിഷമിക്കുന്നു. നമ്മളെപ്പോലുള്ളവർക്ക് ചില കുടുംബ പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അകലം, മക്കൾ പറയുന്നത് കേൾക്കുന്നില്ല, എങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നതും ആശുപത്രിയിൽ കയറിയ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. അതുപോലെ വിവാഹം വൈകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, വിവാഹം നടക്കുന്നില്ല, മക്കളുടെ വിവാഹങ്ങൾ സമയത്ത് നടക്കുന്ന, അങ്ങനെ ഒരുപാട് സഹോദരങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിലരുടെ മനസ്സിൽ ആരും അറിയാത്ത ഒറ്റപ്പെടലും, പുറത്ത് ചിരിച്ചാൽ ഉള്ളിൽ കരയുന്ന അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾക്ക് നഷ്ടപ്പെട്ട വേണ്ടപ്പെട്ട ആളുകളുടെ ഓർമ്മ, വീണ്ടും കിട്ടാത്ത ബന്ധങ്ങളുടെ വേദന, ഇതൊക്കെ കൊണ്ട് പല പല ബുദ്ധിമുട്ടുകളും മാനസിക പ്രശ്നങ്ങളായി കഴിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇങ്ങനെ ഓരോരോ വ്യത്യസ്തങ്ങളായ ദുഃഖങ്ങളാണ് നമ്മളിൽ ഓരോരുത്തരും. അതിനൊക്കെ ഓരോ പരിഹാരമാണ് ഈ ദിക്റുകൾ. നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ദിക്റുകളാണ്, ചെറിയ ദിക്റുകളാണ്. ഇത് ഓതുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് നഷ്ടമുണ്ടാകുന്നില്ല. അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ട് ഒരിക്കലും നമുക്ക് നഷ്ടമുണ്ടാകുന്ന, അതിൻ്റെതായ ഭവ്യതയോടുകൂടി അള്ളാഹുവിനെ ചിന്തിച്ച് ഓർത്ത് നമ്മൾ മനസ്സുരുകി ഇതാക്കി പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമ്മൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഈ ദിക്റുകൾ ദിവസവും 33 പ്രാവശ്യം 21 ദിവസം നിങ്ങൾ തുടർച്ചയായി ചൊല്ലുക. നിങ്ങളുടെ എന്താഗ്രഹവും നടക്കുക തന്നെ ചെയ്യും. ഒരു പ്രശ്നങ്ങളുമില്ലാതെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയും ചെയ്യും. നമുക്കൊക്കെ അറിയാവുന്ന ദിക്റാണ് ഈ ദിക്റുകൾ. സ്ഥിരമായി നമ്മൾ ചൊല്ലുന്നതാണ് ദിക്റുകൾ. ആദ്യത്തെ ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. രണ്ടാമത്തെ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. മൂന്നാമത്തത് സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അടുത്തത് മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അടുത്ത ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ ദിക്ർ ഇസ്തിഗ്ഫാറാണ്. ഈ ദിക്റുകളെല്ലാം നമുക്ക് ആഖിറത്തിലും ദുനിയാവിലും ഒരുപോലെ ഗുണം ചെയ്യുന്ന ദിക്റുകളാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും മാപ്പാക്കുവാനും ഒരുപാട് ഗുണങ്ങളുള്ള ദിക്റുകളാണ് ഈ ദിക്റുകളെല്ലാം. എല്ലാവരും ചൊല്ലുക. ഈ ദിക്റുകളെല്ലാം അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള എല്ലാ കഷ്ടപ്പാടുകളും ഒത്തുകെട്ടുകളും മാറിക്കിട്ടും. ഖുർആനിൽ അല്ലാഹു പറയുന്നത്, നിങ്ങൾ എന്നെ സ്മരിക്കൂ, ഞാൻ നിങ്ങളെ സ്മരിക്കും. ഇത് വെറും വാക്കല്ല, ഒരു വാഗ്ദാനമാണ്. ഈ ദിക്റുകൾ തുടങ്ങുന്ന നാൾ അല്ലാഹു നമുക്ക് കൊടുക്കുന്ന സന്തോഷം നീ കൽപ്പന ചെയ്യാൻ പോലും കഴിയില്ല. സന്തോഷവാർത്ത നമ്മൾ അറിയാതെ വന്നു ചേരും. യാ അല്ലാഹ്, ഞങ്ങളുടെ ഹൃദയത്തിലെ ദുഃഖം നീക്കണമേ, ഞങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ വാർത്തകൾ നൽകണമേ, ഞങ്ങളുടെ ജീവിതം സമാധാനത്തോടെ നിറയ്ക്കണമേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ചൊല്ലി ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് കമൻറ്റ് ചെയ്യണം.
ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റും ലൈക്കും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പോലെ എല്ലാം നടത്തി തരട്ടുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ. ആമീൻ യാ റഹ്മാൻ റഹീം.